ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന റെസിപ്പി സോയ ചങ്ക്സ് വെച്ചിട്ടാണ്. വെജിറ്റേറിയൻകാർക്കും നോൺ വെജ് കഴിക്കുന്ന ഇഷ്ടപ്പെടുന്നവർക്കും ഉറപ്പായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ പേരാണ് സോയ മസാല ഫ്രൈ. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. സോയ മസാല ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ 200 ഗ്രാം സോയയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് സോയ മുങ്ങിക്കിടക്കുന്ന അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുക. വെള്ളം തളിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ ഒപ്പം തന്നെ സോയ ചങ്ക്സും ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്തിട്ട് വെക്കാം. മൂടി വെക്കണം കേട്ടോ. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 7 വെളുത്തുള്ളി അല്ലിയും ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. 3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സോയാബീൻ എടുത്തിട്ട് നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. ഇപ്പൊ സോയാബീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ സോയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോർമൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. സോയയ്ക്ക് ഒരു സ്മെല്ല് ഉണ്ടാവും. ആ സ്മെല്ല് പോവാനാണ് ഇതേപോലെ നന്നായി പിഴിഞ്ഞെടുക്കുന്നത്. അങ്ങനെ എല്ലാ സോയ ചങ്ക്സും വെള്ളമില്ലാതെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 കപ്പ് കോൺഫ്ലോർ, 1/4 കപ്പ് മൈദ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പകുതി വേണ്ട, ഒരു 1/4 ഭാഗം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. സോയ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. മസാലയൊക്കെ ഒന്ന് പിടിക്കുക. 2 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ സോയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. സോയ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അങ്ങനെ ഒരു ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ സോയ ചങ്ക്സും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഓയിൽ ചൂടായതിനു ശേഷം 2 മീഡിയം സൈസ് സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം.
സവാള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 2 വലിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഏകദേശം വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തതിനു ശേഷം വഴറ്റി കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1/4 കപ്പ് സോയ സോസ്, 1/4 കപ്പ് റെഡ് ചില്ലി സോസ്, 1/4 കപ്പ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തതിനു ശേഷം അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം ഗരം മസാലയും ആഡ് ചെയ്യണം. ഗരം മസാല ഞാൻ 1/2 ടീസ്പൂൺ ആണ് ആഡ് ചെയ്തത്. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഏകദേശം ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചു നോക്കാം. കാരണം സോസുകൾ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ഈ ടൈമിലാണ് നോക്കേണ്ടത്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ 1/4 കപ്പ് ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോസുകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 പിടി മല്ലിയിലയാണ്. മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതിലേക്ക് ഏറ്റവും നല്ല ഫ്ലേവർ തരുന്നത് മല്ലിയിലയാണ്. അങ്ങനെ സോയ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. സോയ ഇഷ്ടപ്പെടാത്തവര് കുറേ പേരുണ്ട്. അവർ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ട്രൈ ചെയ്യണം. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കാണാൻ ഉള്ള ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ, കമൻ്റ് ഇടൂ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വരാം അടുത്ത ആഴ്ച. അതുവരെയ്ക്കും ബൈ.